A very good morning to all. So today we'll be dealing with the second condition in orthopodic disorders, which is clubfoot. സോ ഈ ഒരു പടത്തിൽ കാണുന്ന പോലെ പലപ്പോഴും നമ്മൾ കമ്മ്യൂണിറ്റിയിലൊക്കെ പോകുമ്പോൾ കാലിങ്ങനെ വളഞ്ഞ് നോർമൽ പൊസിഷനിലല്ലാതെ ഇരിക്കുന്ന ഫൂട്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ, അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു കണ്ടീഷൻ നമ്മുടെ നോർമൽ ഫൂട്ട് അലൈൻമെൻറ്റിൽ നിന്നും തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളഞ്ഞിരിക്കുന്ന ഈ ഒരു കണ്ടീഷനെയാണ് ക്ലബ് ഫൂട്ട് എന്ന് പറയുക. ഇപ്പോൾ ഇവിടെ ഈ പടത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഫൂട്ടിന് മാത്രം കുഴപ്പമില്ല, ഫൂട്ട് ഇൻവോൾവ് ആണ്, ആങ്കിൾ ഇൻവോൾവ് ആണ്, അതുപോലെ തന്നെ ലെഗിൻ്റെ ഓവറോൾ ബോൺ ഫങ്ഷൻസ് ഇൻവോൾവ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഫൂട്ടിൻ്റെ അബ്നോർമാലിറ്റീനെയാണ് ക്ലബ് ഫൂട്ട് എന്ന് പറയുക. So club foot, it is a foot that has been twisted out of its normal shape or position in utero and is fixed. So നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോർമൽ പൊസിഷനിൽ നിന്നും വേരി ചെയ്ത് ട്വിസ്റ്റഡ് ഔട്ടായിട്ട് വേറെ ഏതെങ്കിലും രൂപത്തിൽ കാണപ്പെടുന്ന ഒരു ഫൂട്ടിനെയാണ് ക്ലബ് ഫൂട്ട് എന്ന് പറയുക. ഈ ഡിഫോർമിറ്റി യൂഷ്വലി ഇൻ യൂട്രോ, കുട്ടി വയറ്റിൽ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ ട്വിസ്റ്റഡ് ഔട്ട് ആവും ഫൂട്ട്, ആൻഡ് കുട്ടി ജനിക്കുമ്പോൾ ഇത് എവിഡൻ്റ് ആയിട്ട് വിസിബിൾ ആവും. ഒന്നുകൂടെ പറയാം, എ ക്ലബ് ഫൂട്ട് ഇസ് എ ഫൂട്ട് that has been twisted out of its normal shape or position in utero and is fixed. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കുട്ടിയുടെ ഫൂട്ട് ട്വിസ്റ്റഡ് ഔട്ടായിട്ട് നോർമൽ ഷേപ്പിൽ നിന്നും വേരി ചെയ്യുന്ന ഒരു കണ്ടീഷനെയാണ് ക്ലബ് ഫൂട്ട് എന്ന് പറയുക. As we said earlier, it is a complex deformity and it involves various parts like ankle, the foot, the muscles, the tendons, and it has different variations like forefoot adduction, midfoot supination, hindfoot varius, and ankle equinus. ഇത് ഓരോന്നും എന്താണെന്ന് നമ്മൾ വരുന്ന സ്ലൈഡുകളിൽ കാണും. ഇത്രയും ഓർത്തിരുന്നാൽ മതി. It is a complex deformity and it involves various parts of the foot like the ankle, the foot, the muscles, the tendons, etc. And it can be of different types. It is one of the most common orthopodic deformity that occurs in children. It occurs nearly in 1 in 700 to 1 in 1000 live births. So അത്രയും കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ക്ലബ് ഫൂട്ട്. The overall incidence is 1 in 700 to 1 in 1000 live births. Boys, they are affected twice as often as girls. So ആൺകുട്ടികളിലാണ് ഈ ഒരു ഡിസീസ് കൂടുതൽ ഉണ്ടാവുക. And the cause may be familial or the result of arrested or anomalous development in utero. ഒന്നെങ്കിൽ പാരമ്പര്യമായിട്ടുണ്ടാവുന്ന ഒരു അസുഖമാവാം, അല്ലെങ്കിൽ അമ്മയുടെ വൂമ്പിൽ വെച്ച് കുട്ടിയുടെ ഡെവലപ്മെൻറ്റിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഡിസീസ് ഉണ്ടാവാം. So hope you are clear with or you got a general idea about club foot. It is a condition where the foot has been twisted out of its normal shape or position in utero and is fixed. It can be of different types. It is a complex deformity that involves the ankle and the foot, the muscles and the tendon. It is one of the most common orthopedic deformity. It occurs as common as 1 in 700 to 1 in 1000 live births. Boys are most commonly affected. It can be either familial or due to anomalous or arrested growth in utero. Coming to the different types of club foot according to position, the different types are Talipes varus, Talipes valgus, Talipes equinus, Talipes calcaneus and Talipes echinovarus. ഒന്നുകൂടെ പറയാൻ ടൈപ്സ് ഏതൊക്കെയാണ്: ടാലിപ്പസ് വേരസ്, ടാലിപ്പസ് വാൽഗസ്, ടാലിപ്പസ് ഇക്വിനസ്, ടാലിപ്പസ് കാൽക്കേനിയസ് ആൻഡ് ടാലിപ്പസ് ഇക്കിനോവേരസ്. So we'll see the types one by one. First about Talipes echinovarus. Talipes echinovarus is the most commonest type of club foot. It occurs in about
95% of the cases. Here, the foot will be fixed in plantar flexion and deviates medially. The heel is elevated. So, ഈ ഒരു പടത്തിൽ കാണുന്ന പോലെ തന്നെ കാല് രണ്ടും ഉള്ളിലേക്ക് വളഞ്ഞിട്ടായിരിക്കും ഇരിക്കുക. സോ ദ നമ്മളുടെ ഫിംഗേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഫിക്സ്ഡ് ഇൻ പ്ലാന്റാർ ഫ്ലെക്ഷൻ ആൻഡ് ദ ഓവറോൾ ഫുട്ട് അത് ഉള്ളിലേക്ക് വളഞ്ഞിരിക്കും, അതായത് ഇറ്റ് ഡീവിയേറ്റ്സ് മീഡിയലി. ഇനി കാലിൻ്റെ ഹീല് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി സ്ലൈറ്റ്ലി എലിവേറ്റഡ്. ഓക്കെ, താഴത്തെ ഭാഗത്തെക്കാളും ഹീല് സ്ലൈറ്റ്ലി എലിവേറ്റഡ് ആയിരിക്കും. സോ ദാറ്റ് ഇസ് അബൌട്ട് ടാലിപ്പസ് ഇക്വിനോവാരസ്. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ, പടം മനസ്സിലുണ്ടാവണം, എന്നിട്ട് പറഞ്ഞു നോക്കണം. സോ ഹിയർ ദ ഫുട്ട് അല്ലെങ്കിൽ ഫിംഗേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി പ്ലാന്റാർ ഫ്ലെക്ഷൻ. ഫൂട്ട് ഉള്ളിലേക്ക് വളഞ്ഞിരിക്കും, അതായത് ഇറ്റ് ഡീവിയേറ്റ്സ് മീഡിയലി. ഹീൽസ് ലോവർ പോർഷൻ ഓഫ് ദ ലെഗിനെക്കാളും എലിവേറ്റഡ് ആയിരിക്കും. സോ ദ ഹീൽസ് വിൽ ബി എലിവേറ്റഡ്. If the condition is not corrected at the right time, the child will walk on the toes and the outer border of the foot. സോ ഇങ്ങനെ ഒരു കണ്ടീഷൻ പ്രോപ്പറായിട്ട് സമയത്ത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കുട്ടി എങ്ങനെയായിരിക്കും വാക്ക് ചെയ്യുക? ഹീൽസ് എലിവേറ്റഡ് ആണ്, അതുകൊണ്ട് അത് നിലത്ത് കുത്തില്ല. അപ്പോൾ എവിടെയായിരിക്കും നിലത്ത് കുത്തുക? ടോസ് ആയിരിക്കും നിലത്ത് കുത്തുക. പിന്നെ കാല് ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്ന കാരണം ഇന്നർ പോർഷൻ കുട്ടി നിലത്ത് തൊടില്ല. അപ്പോൾ ഔട്ടർ ബോർഡർ ഓഫ് ദ ഫൂട്ടിലായിരിക്കും നടക്കുക. അപ്പോൾ ഓവറോൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി ടോസിലും ഔട്ടർ ബോർഡർ ഓഫ് ദ ഫൂട്ടും നിലത്ത് കുത്തിയിട്ടായിരിക്കും ഈ ഒരു കണ്ടീഷൻ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നടത്തുക. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് ടാലിപ്പസ് ഇക്വിനോവാരസ്. It is the most commonest type which occurs in about 95% of the cases. Here, the foot that will be fixed in plantar flexion, it deviates medially. The heel will be slightly elevated, and if the condition is not corrected adequately, the child will walk on the toes as well as the outer border of the foot. ഇനിയാണ് ടാലിപ്പസ് കാൽക്കിനോവാൽഗസ്. ടാലിപ്പസ് കാൽക്കിനോവാൽഗസിൽ സംഭവിക്കുക, the foot will be dorsiflexed and it deviates laterally. The heel is turned outward from the midline of the body and the anterior part of the foot is elevated on the outer border. If not corrected, the child walks on outwardly turned heel and inner border of the foot. സോ ഈ ഒരു പടത്തിൽ കാണുന്ന പോലെയാണ് നമ്മളുടെ കാലിരിക്കുക. ഇവിടെ ഫൂട്ട് ഡോർസിഫ്ലെക്സ്ഡ് ആയിരിക്കും ആൻഡ് ഇറ്റ് ഡിവിയേറ്റ്സ് ലാറ്ററലി. സോ നമ്മൾ നേരത്തെ കണ്ട കണ്ടീഷനിൽ പ്ലാന്റാർ ഫ്ലെക്ഷൻ ആയിരുന്നു, താഴേക്കായിരുന്നു വളഞ്ഞിരിക്കുക. ഇവിടെ അതിന് പകരം ടോസ് ഒക്കെ ഡോർസിഫ്ലെക്സ്ഡ് ആയിരിക്കും, മുകളിലേക്ക് വളഞ്ഞിട്ടായിരിക്കും ഇരിക്കുക. പിന്നെ ഉള്ളിലേക്ക് വളയുന്നതിന് പകരം വെളിയിലേക്കായിരിക്കും ഫൂട്ട് വളഞ്ഞിട്ടിരിക്കുക. സോ ഭരതനാട്യമൊക്കെ കളിക്കുമ്പോൾ അരമണ്ഡലത്തിൽ നിൽക്കുന്ന പോലെ ആയിരിക്കും ഈ ആൾക്കാർ നിൽക്കുക. സോ ഫൂട്ട് ഇസ് ഡോർസിഫ്ലെക്സ്ഡ്, ഫിംഗേഴ്സ് ഒക്കെ മുകളിലേക്ക് വളഞ്ഞിരിക്കും. അതുപോലെ തന്നെ ഫൂട്ട് വെളിയിലേക്കായിരിക്കും ഓവറോൾ ആയിട്ട് വളഞ്ഞിരിക്കുക. ഹീൽസ് ദാറ്റ് ഇസ് ടേൺഡ് ഔട്ട്വേർഡ് ഫ്രം ദ മിഡ്ലൈൻ ഓഫ് ദ ബോഡി and the anterior part of the foot is elevated on the outer border. So heels നിലത്ത് കുത്തിയിട്ടേക്കും, പക്ഷെ കാല് മുകളിലേക്ക് വളഞ്ഞിട്ടായിരിക്കും ഇരിക്കുക. ഈ പടത്തിൽ എക്സാക്ട്ലി അത് കാണിച്ചിട്ടുണ്ട്. പടം മനസ്സിലൊന്ന് എടുക്കുക, അതിന് ശേഷം പഠിക്കാൻ ശ്രമിക്കുക. So here the foot is dorsiflexed, it deviates laterally. The heel is turned outward from the midline of the body and the anterior part of the foot is elevated on the outer border. Exactly അരമണ്ഡലത്തിൽ നിൽക്കുന്ന പോലെ ആയിരിക്കും കാല് വളഞ്ഞ് വെളിയിലേക്കായിരിക്കും ഇരിക്കുക. പിന്നെ ആകെപ്പാടെയുള്ള ഒരു വ്യത്യാസം, ഇവിടെ ഹീൽസ് നിലത്ത് കുത്തും, പക്ഷെ ബാക്കിയുള്ള പോർഷൻ മുകളിലേക്കായിരിക്കും വളഞ്ഞിട്ടിരിക്കുക. If the condition is not corrected, the child walks on outwardly turned heel and the inner border of the foot. So ഇവിടെ കുട്ടിയുടെ കണ്ടീഷൻ പ്രോപ്പർ സമയത്ത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കുട്ടി നടക്കുക ഇങ്ങനെ അരമണ്ഡലം പോലെ കവച്ച് വെച്ച കാലുകളും ഹീൽസും നിലത്ത് കുത്തും, പക്ഷെ കാലിൻ്റെ ബാക്കി ഭാഗം മുകളിലേക്ക് വളഞ്ഞിട്ടിരിക്കും. പിന്നെ കാലിൻ്റെ ഇന്നർ ബോർഡർ അല്ലെങ്കിൽ നടുവിലേക്ക് വരുന്ന പോർഷൻ ആയിരിക്കും നിലത്ത് കുത്തിയിട്ട് നടക്കുക.